ഞങ്ങൾ രണ്ടും ഇങ്ങനെ സംസാരിക്കും, നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അവൾ പറയും ഇല്ല. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ, ഞാൻ പറയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ എടി എനിക്കിങ്ങനെ പ്രേമിക്കാൻ തോന്നുന്നു, എന്തോ ഒരു മൂഡ് പ്രേമിക്കാൻ എന്ന് പറയുമ്പോഴത്തേനും അവൾ ചോദിക്കും, ആണോ അങ്ങനെ തോന്നുന്നുണ്ടോ, എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ഈക്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഏതൊക്കെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു അവിടെ ഷൂട്ട് കാണാൻ വന്നവരോട് ഞാൻ അടിവരെ ആയിട്ടുണ്ട്, എന്ത് ജാടയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് തോന്നും ചേടാ ഇത്രയും നമ്മൾ എടുത്തില്ലേ, കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയ്യോ ഇനി വയ്യാട്ടോ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കില്ല. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ശരിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നും അവർ നമ്മളെ ഒട്ടും മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു മാറ്റമെങ്കിലും ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മറ്റേ മാട്രിമോണിയിൽ ഞങ്ങൾ കൊടുക്കുക, എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു. റിയാലിറ്റി ഷോന്റെ സമയത്ത് ലാൽജോ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അനുസരിച്ച് കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, അപ്പോഴും ഞാൻ പറഞ്ഞില്ല അയ്യോ സാറിനെ കാസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞില്ല ഓക്കെ സാറ് കാസ്റ്റ് ചെയ്യണ്ട, വേറെ ആരെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചോളും. അത് തന്നെയാണ് ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ. സിനിമയിൽ വരുന്ന സമയത്ത് ഒരു സിനിമയിലേക്കൊരു കുട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പലതരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയും സിനിമയിൽ വരുമ്പോൾ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും സിനിമയിൽ പോകുമെന്നാണ് പറയണത്. വളരെ വിഷമം തോന്നുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കത് ആരെടുത്താ പറയാൻ അറിയില്ല. അവരെന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് മാത്രം ഇൻ്റർവ്യൂവിൽ എൻ്റെ അച്ഛൻ ഇരുന്ന് കരഞ്ഞു. അന്നാണ് അച്ഛൻ ഇങ്ങനെ അന്ന് അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ. അപ്പം ഞാനും അമ്മയും കൂടെ ഒക്കെ മാറി നിന്നിട്ട് എൻ്റെ ടീച്ചർ എൻ്റെ അച്ഛൻ ഇത്രയും കേട്ടിരുന്നോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛനും അതുകൊണ്ട് തന്നെ പ്രൗഡാണ്. ഞാനും അമ്മയും കൂടി ഷൂട്ടിന് പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടായിരിക്കും എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇത് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയില്ല, അമ്മയുടെ അടുത്ത് പറയുമ്പം അമ്മ നൈസായിട്ട് പതുക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുതിയ സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മേ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് വീടൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പോയാലോ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar Rain Water Pipes. മറ്റെല്ലാം ചുമ്മാ. ഹായ് ഹലോ, ജിൻജോ മീഡിയ പ്രസൻസ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നീതു കൃഷ്ണ. നമ്മളുടെ കൂടെ ഇന്നുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിനേത്രി അനുശ്രീയാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു അമ്പല ദർശനം ജേണികളൊക്കെ? എനിക്ക് അമ്പല ദർശനം ഈ പറഞ്ഞതുപോലെ പുതുമയുള്ള കാര്യമല്ല, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. യൂഷ്വലി എപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ട്. കുടജാദ്രി ഞാൻ ഒരുപാട് പേര് പറയണേ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും പറയണേ. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആണെന്നും കേട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി? നല്ലതാണ്. ഞങ്ങൾ ഒരു 3-4 മാസം കൂടുമ്പോൾ പോവാറുണ്ട് മൂകാംബികയൊക്കെ. അപ്പം മൂകാംബിക പോകുമ്പോൾ നമ്മൾ കുടജാദ്രിയും കൂടി പോയാലാണത് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് ഒരു വിശ്വാസം. അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പക്ഷെ എപ്പോഴും പോകാറുണ്ട്. ഈ പറഞ്ഞതുപോലെ അഡിക്ഷനാണ്. വെയിലത്ത് പോയാലും വേറൊരു ഫീലാണ്, മഴയത്ത് പോയാൽ വേറൊരു ഫീലാണ്. അപ്പോൾ എപ്പോഴും അത് അനുഭവിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഈ വട്ടവും പോയി. ഈ ഒരു ഷോനെ പറ്റി ഞാൻ ചെറിയൊരു ഇൻട്രോ തരാം. ഷോൻ്റെ പേര് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നാണ്. നമ്മളൊരു 5 segments ആണ് ആദ്യം ഉള്ളത്. ആൻഡ് എറ്റ് ദ എൻഡ് ഒരു ഫോട്ടോ സെഗ്മെൻറ്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ 5 segmentsൽ നമ്മൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അബൌട്ട് യുവർ ലൈഫ്, പിന്നെ ചൈൽഡ്ഹുഡ്, ഫാമിലി, സിനിമ, പിന്നെ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, സോ 5ലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചേച്ചീനെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ഞാൻ കളക്റ്റും ചെയ്തിട്ടുണ്ട്. സോ അതിലേത് നമ്മൾ ആദ്യം എടുക്കണം? എന്തായാലും എല്ലാം നമ്മൾ എടുക്കണമല്ലോ. നമുക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങിയാലോ? ഓ എടുക്കണം. ഞാൻ എടുത്താൽ മതി. എടുത്തു ഈശ്വര, നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, വീട്ടിലെ രണ്ടാമത്തെ കുട്ടിയാണ്. പൊതുവെ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കുട്ടിയൊക്കെ പൊതുവെ നമ്മൾ ഭയങ്കര കുറുമ്പുള്ള കുട്ടികളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയങ്കര ലാളന്യൊക്കെ കിട്ടി വളർന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ലാളിച്ചിട്ടൊക്കെയാണ് വളർത്തിയതെന്നൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മ ഇല്ല. ഓർമ്മ വെച്ച ശേഷം ഭയങ്കര ലാളനെയൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. നല്ല അടി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ. പക്ഷേ കുട്ടിക്കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഏട്ടൻ്റെ ആണെങ്കിലും കെയർ വേണം എന്ന ആഗ്രഹമുള്ള ആളാണ്. അല്ലാണ്ട് 30-34 വയസ്സായി ഇനിയിപ്പോൾ എൻ്റെ വഴി അങ്ങനത്തെ ഒരു ധാരണയില്ല. അപ്പോൾ എപ്പോഴും അവരുടെ പെറ്റായിട്ട് തന്നെ ഇരിക്കാനാണ് ആഗ്രഹം. അത് മേ ബി എന്നെ അവർ പണ്ട് ഭയങ്കര കെയർ ചെയ്ത് വളർത്തിയത് കൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ഓർമ്മയിൽ അയ്യോ എന്നെ അവരെങ്ങനെ പുന്നരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനത്തെ ഉള്ള ഇതൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. കുറുമ്പുള്ള ആളായിരുന്നു. അതിനെപ്പോഴും കുഴപ്പമില്ല. സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യം പഠിച്ചു എന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷെ ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പാവങ്ങളല്ലാന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ അതും ഒരു നാട്ടുംപുറം ചിന്താഗതിയാണ്. നമ്മളെ ചിരിച്ച് സംസാരിക്കണം ആ മോളെ എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സ്നേഹിക്കും.
എല്ലാവരും നമ്മളെ ചിലപ്പം അച്ഛൻ്റെ സ്ഥാനത്തായിരിക്കും, ബ്രദറിൻ്റെ സ്ഥാനത്ത് തന്നെയായിരിക്കും കാണുന്നത് എന്നൊരു ചിന്താഗതിയുമായിട്ടാണ് പത്തനാപുരം കമുകുഞ്ചേരിന്ന് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്ന ഓരോ അർത്ഥങ്ങളും ചിലപ്പം വേറേതായിരിക്കും. അത് മനസ്സിലാക്കാനും അവരോട് അതിനുള്ള മറുപടി പറയാനും എങ്ങനെ നിൽക്കണം എന്നുള്ളതും ഒരുപക്ഷെ സിനിമയിൽ വന്നതിന് ശേഷമായിരിക്കും പഠിച്ചിട്ടുള്ളത്. അത് സിനിമയിൽ വന്ന ഉടനെ പഠിച്ചു എന്നല്ല പറയുന്നത്, ഈ പറഞ്ഞതുപോലെ വന്നത് മുതലേ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയിരുന്നത് കൊണ്ടും സംസാരിച്ചിരുന്നത് കൊണ്ടും പതുക്കെ പതുക്കെ പഠിച്ചൊരു സാധനം അതായിരിക്കും. എന്താണോ അയ്യോ. ഓക്കെ, ചേച്ചി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനൊരു റിലേഷനിലാവുകയാണെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളത്. എന്താണ് അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം ലവ് എന്ന് പറയുന്നത്? ഇല്ല, ഇത് തന്നെ, ചോദിക്കാനായിട്ടുള്ള ആളാവണം, കേൾക്കാനുള്ള ആളാവണം, പറയാനുള്ള ആളാവണം. അല്ലാണ്ട് ഈ പറയുന്ന അങ്ങനെ പാർട്ട്ണർ അല്ല അങ്ങനത്തെ ഒരു റിലേഷനിൽ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെ അങ്ങനെ ഭയങ്കര ഫോർവേഡ് ചിന്താഗതി, എനിക്ക് എൻ്റെ വഴി താങ്കൾക്ക് താങ്കളുടെ വഴി, ഫോർവേഡ് ചിന്താഗതിയെ ഞാൻ കുറ്റം പറയുന്നതല്ല. നമ്മൾ ഒരുപാട് റിലേഷനിൽ കാണാറുണ്ട്. സ്വാതന്ത്ര്യം കൊടുക്കണം കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി, നമ്മൾ കാണുമ്പോൾ കാണുന്നു, മിണ്ടുമ്പോൾ മിണ്ടുന്നു. അതിനോട് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇനി അറിഞ്ഞൂടെ, കാലം കൂടുന്നതോറും ഞാൻ വീണ്ടും അങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ ഈ പറയണ പോലെ ചോദിക്കാനായിട്ട് ആളുണ്ടാവണം എപ്പോഴും. എവിടെയാണ് പോണേ അല്ലെങ്കിൽ എന്താ പോണേ. ഞാൻ ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ പോസിറ്റീവായിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ, എന്തിനാ പോകുന്നെങ്കിൽ പറയണേ, ചോദിക്കണ്ടെങ്കിൽ ചോദിക്കണേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയാം, അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അവർ പത്തനാപുരത്താണെങ്കിലും ഞാൻ കൊച്ചിയിലാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണേ, തിരിച്ചു വരുമ്പോഴും ഞാൻ വന്നോട്ടോ എന്ന് പറയുന്ന രീതി ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ആ രീതിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലേക്ക് അവരുടെ പോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ഒരാളായിരിക്കും എൻ്റെ പാർട്ട്ണർ. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് കാണിക്കുന്നത് ഞാൻ അവരോടും ചെയ്യണമല്ലോ. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടമാണത്. ഇത് പറഞ്ഞോട് ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് വീണ്ടും അനുബന്ധിച്ച് അയ്യോ, ജിഞ്ചർ മീഡിയ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ അനുശ്രീയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ചോദിക്കേണ്ട കാര്യം ഞങ്ങളുടെ ഇടയിലില്ല, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഇടയിലില്ല, അപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പം എന്നാലും ഓഡിയൻസിന് വേണ്ടി, അനുശ്രീയുടെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്നാണ് അനുശ്രീയുടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒക്കെ ഞങ്ങൾക്കറിയണം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഒരെണ്ണുകൂടിയുണ്ട്, നമ്മൾ എന്നാണ് ഇനി കാണുന്നതൊന്നും. അത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിലെനിക്ക് ഒട്ടും പങ്കില്ല കേട്ടോ. ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ തരുമെന്ന് ചോദിച്ചപ്പോൾ ആളായിട്ട് ചോദിച്ചതല്ല. ഈ ചോദ്യം വരാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോൾ കണ്ടാലും ഞങ്ങൾ രണ്ടും ഇങ്ങനെ സംസാരിക്കും. നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ? അപ്പോൾ അവൾ പറയും ഇല്ല. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ? ഞാൻ പറയില്ല. അപ്പോൾ ഓക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനെ എടി എനിക്കിങ്ങനെ പ്രേമിക്കാൻ തോന്നുന്നു, എന്തോ ഒരു മൂഡ് പ്രേമിക്കാൻ എന്ന് പറയുമ്പോഴത്തേനും അവൾ ചോദിക്കും ആണോ അങ്ങനെ തോന്നുന്നുണ്ടോ, എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ഈക്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിനകത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് കെട്ടാൻ തീരുമാനിച്ചിട്ടില്ല, നീയും ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് അവൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കാരണം കുറേ ഇൻ്റർവ്യൂസിൽ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കണ ചോദ്യമാണിത്. അപ്പം ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത ചോദ്യം ഏതാന്ന് പറയുമ്പോൾ കല്യാണം എന്താണെന്ന് ദയവ് ചെയ്ത് ചോദിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയാമെന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഞങ്ങളിങ്ങനെ നമ്മൾ കാണുമ്പോഴാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ടും സംസാരിക്കാറുണ്ട്. ഇനി കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണോ, എങ്ങനെയാ, ആരും ഇല്ലാണ്ടായി പോകുമോ അവസാനം എന്നുള്ള രീതിയിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ വേണ്ട, ചുമ്മാ കല്യാണം കഴിച്ചവർ കിടന്ന് ബുദ്ധിമുട്ടുന്നതും നമ്മൾ കാണാറുണ്ട്. അത് ആലോചിക്കുമ്പോൾ വേണ്ട കേട്ടോ, തന്നെ മതി എന്നും ഞങ്ങൾ പറയാറുണ്ട്. അപ്പം എപ്പോൾ ഞങ്ങൾ കണ്ടാലും ഒരു 10 മിനിറ്റ് ടോപ്പിക് ആയിട്ടാണെങ്കിലും ഈ ഒരു കല്യാണം, റിലേഷൻ, പ്രേമിക്കാൻ പ്ലാൻ ഉണ്ടോ, ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നൊരു ടോപ്പിക് എന്തായാലും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ ഈ ചോദ്യം ചോദിച്ചത്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സങ്കല്പം ചോദിക്കുന്നുണ്ട് കേട്ടോ. സങ്കല്പം എന്താ ഈ പറയണ പോലെ, ലൈക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ജോലി എന്നുള്ളതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതിന് എനിക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യമുള്ളിടത്തോളം കാലം, നടന്നു പോയി അഭിനയിക്കാൻ പറ്റുന്നിടത്തോളം കാലം അതിനൊരു റെസ്ട്രിക്ഷനും വെക്കാണ്ട് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ഈ പറയണ പോലെ എൻ്റെ അമ്മ, അച്ഛൻ, അണ്ണൻ അത് വിട്ടിട്ട് ഒരു കാര്യവും
ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വീട്ടുകാർ ചോദിക്കും, കുറച്ച് നാളോട് ചോദ്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇടയ്ക്കൊക്കെ ചോദിക്കും എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അമ്മ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയണത് നമ്മൾ 23 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്ക് 10-23 വർഷം നമ്മുടെ വീട്ടിൽ നിന്നു, ഇനിയിപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് ചേക്കേറാം എന്നാണ് നോർമലി എല്ലാവരും വിചാരിക്കുക. ഞാൻ 10 വർഷവും കൂടി ഇപ്പുറത്തേക്ക് വന്നു, 34 വയസ്സായി. അപ്പോൾ 34 വയസ്സ് വരെ എനിക്കിവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്തോട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇളയാളാണ്, വീട്ടിൽ വീട് വെക്കണം എന്നൊക്കെ ടാസ്കുള്ള ചെക്കന്മാരുണ്ടാവില്ലേ. അപ്പം നമുക്ക് പറയാം നിങ്ങൾ വേറെ വീട് വെക്കണ്ട, ഞാൻ എൻ്റെ വീട് എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം, അങ്ങനെയുള്ള എന്തെങ്കിലും വരുന്നോ എന്ന് നോക്കട്ടെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയാം അങ്ങനെ ഒരു, എൻ്റെ ബ്രദറും പറയും അങ്ങനെ ഒരു മാറ്റമെങ്കിലും ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മറ്റേ മാട്രിമോണിയിൽ ഞങ്ങൾ കൊടുക്കുക, എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ സ്വാസിക ചേച്ചിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഓക്കെ, ഇനി അവളുടെ ചോദ്യം ഞാനോ സ്വാസികയാണ്. അപ്പൊ സുഖല്ലേ? അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്, അല്ലെങ്കിൽ ഒരു അറിയാനൊരു ആഗ്രഹം. ഒരു 50 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ കരിയർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, അതോ ലൈഫ് ലോങ് അഭിനയം മാത്രം മതി, അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അയ്യോ, അതൊക്കെ ചോദിച്ചത് ശരിക്കും ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുന്ന സ്വാസികയൊക്കെ ഭയങ്കര ബെറ്റർ ആണെന്ന് തോന്നാറുണ്ട്. കാരണം അവള് ഒരു പ്രൊഫഷൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്നെക്കാട്ടിലൊക്കെ ഭയങ്കര ബിസിയാണ് അവള് മലയാള സിനിമയിലാണെങ്കിലും ഞാനൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ചെയ്യുന്ന സിനിമകളും കൂടുതലാണ്, അതർ ലാംഗ്വേജിൽ ചെയ്യാറുണ്ട്. എന്നെക്കാട്ടിലൊക്കെ തിരക്കുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തിരക്കുള്ള ആളാണ് അവൾ. പക്ഷെ എന്നാൽ പോലും അവൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ കൈൻഡ് ഓഫ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കഴിവ് തന്നെയാണ്. നമുക്കത് ചെയ്യാൻ ആൾ വേണം, അല്ലെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ ടൈം ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് അടിപൊളിയാണ് എന്ന് ഞാൻ എപ്പോഴും, അല്ലാണ്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ പറ്റുന്നു, നീ അതൊക്കെ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയി വെറുതെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. എനിക്ക് കുറച്ച് നാളോടെ കഴിയുമ്പം സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു സാധനം ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും നായികയായിട്ട് മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്ന് പണ്ടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നീ വേറെ എന്തെങ്കിലും കൂടി സൈഡ് നോക്കൂട്ടോ, സിനിമയൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വരുമാനം വേണ്ട, ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ലടോ, മേ ബി അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കത് തോന്നണ്ടേ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് തോന്നണ്ടേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, തോന്നുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നതും എനിക്ക് നടക്കാൻ പറ്റുന്ന സമയത്തോളം എനിക്ക് സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അടുത്ത ബോക്സിലേക്ക് കിടക്കാം. ഓക്കെ. പൊതുവേ നമ്മളില്ലേ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരുപാട് പേര് സെൽഫി എടുക്കാനും കാര്യങ്ങളായിട്ടൊക്കെ വരും. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ കണ്ട വീഡിയോയിലും ചേച്ചി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നടന്നു പോകും, ആളുകൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ട് പോകുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലർക്ക് അത് ഭയങ്കര സഫോക്കേഷൻ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. ചേച്ചിനെ സംബന്ധിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കുന്ന പോലെയും അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഒന്നും ചിരിച്ചോണ്ടൊന്നും നിൽക്കാറില്ല, ചില സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. ഏതൊക്കെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു അവിടെ ഷൂട്ട് കാണാൻ വന്നവരോട് ഞാൻ അടിവരെയായിട്ടുണ്ട്, എന്ത് ജാടയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് തോന്നും ചേടാ ഇത്രയും നമ്മൾ എടുത്തില്ലേ, കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയ്യോ ഇനി വയ്യാട്ടോ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കില്ല. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ശരിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നും അവർ നമ്മളെ ഒട്ടും മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ട ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നിൽക്കാറുണ്ട്. ചില സമയത്ത് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിളിക്കും. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ പറയാം ഞാനൊന്ന് തൊഴുതിട്ട് വന്നോട്ടെ എന്ന് പറയുന്ന ചില സമയത്ത് ആൾക്കാർ ഒട്ടും മനസ്സിലാക്കാത്ത പോലെ നിൽക്കുന്നു, നമ്മുടെ പ്രൈവസീനെ ഒട്ടും മാനിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ എത്രയോ പേര് ഇങ്ങനത്തെ ഒരു സംഭവം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം 100 പേരിൽ 10 പേർക്ക് കിട്ടിയ ഒരു ഭാഗ്യത്തിൽ ഒരാളല്ലേ ഞാൻ കുറച്ചങ്ങനെ നിൽക്കണം, ദേഷ്യം മാറ്റണം, നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ, ചിലപ്പോൾ നാളെ ഇതൊന്നും ഉണ്ടായില്ലെന്ന് വരാം. അപ്പോൾ പറ്റുന്ന സമയത്തോളം അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ നോ പറയാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ശീലിപ്പിച്ചത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും എസ് പറയാന്നുള്ളൊരു രീതി എപ്പോഴും ഉണ്ട്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരെടുത്ത് ഈ നോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ടി വരും. അത് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അന്നും നോ പറയേണ്ട അടുത്ത് ഞാനില്ല കേട്ടോ. അതൊരു ഒരു എന്താ
കണിശമായിട്ടൊരു നോ എന്നായിരിക്കത്തില്ല. ഡിപ്ലോമാറ്റിക്കലി അയ്യോ ഞാനില്ല, കംഫർട്ടബിൾ അല്ല, പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ ചെയ്തിട്ട് അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇൻസിഡൻസ് കുറവുമാണ്. അത് ആരും പഠിപ്പിച്ച എന്ത് പറഞ്ഞാലും യെസ് പറയണം കേട്ടോ, ആരുടെടുത്തും ദേഷ്യം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ സിനിമയിൽ വന്നപ്പോൾ മുതലാണെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയ്ക്കോ അച്ഛനോ ഒന്നും ഇതിനെപ്പറ്റിയിട്ട് വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അന്ന് മുതലേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തുടക്ക സമയത്ത് എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ലാൽ ജോസ് സാറിൻ്റെ അടുത്തും ചോദിക്കുക, ഈ ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2012 ആ സമയം മുതൽ തന്നെ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതും ഡീൽ ചെയ്തിട്ടുള്ളതും എല്ലാം ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിലും അയ്യോ ഞാനില്ല എന്ന് പറയാനായിട്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും സ്റ്റേജിൽ നിന്ന് ഓഡിഷൻ അല്ല റിയാലിറ്റി ഷോന്റെ സമയത്ത് ലാൽ ജോസ് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അനുസരിച്ച് കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, അപ്പോഴും ഞാൻ പറഞ്ഞില്ല അയ്യോ സാറിനെ കാസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞില്ല ഓക്കെ സാറ് കാസ്റ്റ് ചെയ്യണ്ട, വേറെ ആരെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചോളും. അത് തന്നെയാണ് ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. പുള്ളിക്കാരനെ നിർബന്ധിപ്പിച്ചിട്ട് അയ്യോ സാർ അങ്ങനെ പറയരുത്, എന്നെ വിളിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ആരുമല്ല. സാറിന് പറ്റത്തില്ലെങ്കിൽ വേണ്ട, എന്നെ വേറെ ആരെങ്കിലും, എന്തായാലും ഷോ കാണുന്നില്ലേ വേറെ ആൾക്കാർ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചോളും. അവിടെയും സന്തോഷമുള്ളൂ എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാൽ ജോസ് സാറെ പറ്റി തന്നെയാണ്. ചേച്ചി എന്നെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഡയമണ്ട് നെക്ലേസിന്റെ ഒരു വലിയ പോസ്റ്റ്, ഭയങ്കര ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് സാറെ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാറെയാണ് വിളിച്ചിരുന്നത്. സോ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 കുടങ്ങൾ നമുക്ക് മൂടി കെട്ടിയാലും നമുക്കൊരു മനുഷ്യന്റെ വായ മൂടി കെട്ടാൻ പറ്റില്ല എന്നുള്ളത്. അത് പക്ഷേ ഇപ്പം അത് അഡാപ്റ്റ് ചെയ്തോ, ഇത് ഇഗ്നോർ ചെയ്യാൻ പഠിച്ചോ ഇപ്പം എന്തെങ്കിലും? അല്ല, ഇഗ്നോർ ചെയ്യാൻ പഠിച്ചോ എന്നുള്ളതല്ല, പണ്ട് നമ്മൾ കേൾക്കുന്നതിൻ്റെ പകുതി പോലും ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് സിനിമയിൽ വരുന്ന സമയത്ത് ഒരു സിനിമയിലേക്കൊരു കുട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പലതരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയും സിനിമയിൽ വരുമ്പോൾ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും സിനിമയിൽ പോകുമെന്നാണ് പറയണത്. ഇപ്പം റീൽസ് കണ്ടും മറ്റത് കണ്ടും മറിച്ചത് കണ്ടും ഒക്കെ ആൾക്കാർ അത് മനസ്സിലാക്കി, ഓക്കെ ഇതാണ് സംഭവം ഇങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ പലതും അറിയാത്തവരും അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതിൻ്റെ ഏറ്റവും എൻ്റെന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം പോകൂ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് ചിന്തിച്ച പോലത്തെ കുടം കെട്ടലും ആൾക്കാരുടെ വായടപ്പിക്കലും ഒക്കെ ഇപ്പം ആൾക്കാർക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ സമയത്ത് ഞാനൊക്കെ വന്ന സമയത്ത് വളരെ വിഷമം തോന്നുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിത് ആരെടുത്താൽ പറയാൻ അറിയില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവരവിടെ ഉള്ളവരാണ്, അവർക്ക് ഇതിനകത്ത് എങ്ങനെയാണ് എന്നെ ആശ്വസിപ്പിക്കാമെന്ന് അറിയില്ല. മേ ബി അവരും എന്നെ കുറ്റം പറയുന്നതിലുണ്ടാവും. അപ്പോൾ എനിക്ക് അന്നും ഇന്നും ഇപ്പം ഉള്ള കുറേ ഫ്രണ്ട്സ് അന്ന് എൻ്റെ കൂടെ ആയിട്ടില്ല, അതിന് ശേഷം വന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ. മേ ബി അവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ലാൽ ജോസ് സാറാണ്. രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പം എൻ്റെ കോൾ ചെല്ലുന്നുണ്ടെങ്കിൽ സാറിന് ഉറപ്പാണ് ഞാൻ കരയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് എന്നുള്ളത്. കാരണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കരയണമല്ലോ. വീടിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും അയ്യോ ഇത്ര സങ്കടമാണെങ്കിൽ നീ ഇനി പോകണ്ടെന്ന് പറയും. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു അലക്കുകല്ലുണ്ട്, അതാണ് എൻ്റെ സങ്കടം മാറ്റുന്ന സ്ഥലം, സങ്കടം മാറ്റുന്ന കല്ലെന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ബാക്കിൽ ഡോർ അടച്ചിട്ട് ഞാൻ വിളിക്കും, എനിക്ക് സംസാരിക്കണം സാർ, എന്നോടൊന്ന് സംസാരിക്കൂ, ഇങ്ങനെയാണ് പറയണേ അങ്ങനെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ്, 1000 കുടത്തിൻ്റെ വാ വേണമെങ്കിൽ നമുക്കിരുന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ കെട്ടാം, പക്ഷെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇത് കെട്ടാൻ പറ്റുക? അപ്പം നീ വെയിറ്റ് ചെയ്യ്, നീ തുടങ്ങിയിട്ടല്ല ഉള്ളൂ, നീ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ നിൻ്റെ ഫാമിലിയാണ്, നിൻ്റെ റിലേറ്റീവാണ് എന്ന് പറയുന്നൊരു കാലം വരും. സത്യമാണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുപാട് ബന്ധുക്കളുണ്ട് ഇപ്പോൾ. അതും ഈ പറയണ പോലെ ഈശ്വര അനുഗ്രഹമായിട്ട് കാണുന്നു. സാർ അന്ന് പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ആരും കുറ്റം പറയാറില്ല, സുഹൃത്താണെന്നാണ് പറയുക, ഞാൻ നാട്ടുകാരിയാണെന്ന് പറയുന്നില്ല, അവർക്ക് ഭയങ്കര അവർ പ്രൗഡാണ്. അപ്പോൾ അതെനിക്കും സന്തോഷമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നാട്ടിലൊരു പ്രോഗ്രാമൊക്കെ വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ സ്വീകരിച്ചു, എന്നാലും ഒരാൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് അവരുടെ തുടക്ക സമയത്താണ്. ഒരാൾ ഒരു ജോലിയിലേക്കാണെങ്കിലും ഒരു പ്രൊഫഷനാണെങ്കിലും ഒരു കരിയർ ആണെങ്കിലും എവിടെയാണോ അവരൊന്ന് കാലെടുത്ത് വെക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നു പറയേണ്ടത്. അല്ലാണ്ട് ആ സമയത്ത് നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വീകരിക്കുന്ന ആക്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് സംബന്ധിച്ച് എനിക്ക് നോക്കുമ്പോൾ
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം വേറെ ഇരിപ്പുണ്ട്. അതിൽ ചോദിക്കാനുള്ള, ഈ ചേച്ചി പറഞ്ഞല്ലോ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ഭയങ്കര മോശം സിറ്റുവേഷൻ ആയിരുന്നു. അച്ഛൻ അറിയാം ഇതിങ്ങനെയാണ് അവസ്ഥ എന്ന്, പക്ഷെ അച്ഛൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയാണ് അത് തരണം ചെയ്തത്? പിന്നല്ലേ ചേച്ചി വിചാരിക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് കേട്ടോ. ഇന്നും ഇത് കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, ഒരു സപ്പോർട്ടും ഇല്ലാതെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള നാട്ടിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. മേ ബി ചേച്ചി ഇപ്പൊ ഇടപഴകുന്നത് ആ ഒരു ആവണം എന്നില്ലല്ലോ, ചേച്ചിനെ കാണുന്ന രീതി മാറി. ബിഗിനിങ് ഉള്ള പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്താണ് അവർ മനസ്സിലാക്കാത്തത്. നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അവർക്ക് അത് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അവർ കാണുന്നുണ്ട്. താങ്കൾ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് അവർ കാണുകയല്ലേ. സോ ഇതിനാണ് ആ കുട്ടി പോകുന്നത്, അത് ചെയ്യുന്നതാണ് അവൾക്ക് സന്തോഷം കൊടുക്കുന്നതെങ്കിൽ അവർ അത് ചെയ്തോട്ടെ എന്ന് എന്താണ് അവർ വിചാരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പണ്ടും ചിന്തിക്കുന്ന കാര്യം ഇതാണ്. ഇപ്പം കുറേ എവിടെയൊക്കെയോ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് വേറെ ജോലി കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ കുറച്ച് കിട്ടിയാലും എനിക്ക് അഭിനയിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതൊരു തെറ്റായിട്ട് ഇതെന്താ ഇപ്പോൾ ഇതിലിത്ര സംഭവം എന്ന് പറയുന്നത് അവർ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ സെയിം ടൈം ഞാൻ ചോദിക്കും, അവർക്ക് എന്താ ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴാണ് സന്തോഷമെങ്കിൽ നിങ്ങളത് ചെയ്തോ, നമ്മളൊന്നും പറയണില്ല എന്നെന്താ അവർ വിചാരിക്കാത്തതെന്ന്. 2012 2025 വരെ എത്തിയപ്പോഴും ഇങ്ങനത്തെ ചിന്താഗതിക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ നാടിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ. എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നാട്ടിലെ കൈകുട്ടികളി കളിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അതിൽ പല ആൾക്കാരും നാടിനെ സ്നേഹിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ സന്തോഷം, കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ച സമയം, ഞാൻ കരഞ്ഞ സമയം. അന്ന് ബ്രദർ മസ്കറ്റിലാണ്. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ഇനി ഇവിടുത്തെ സങ്കടം കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാനും അമ്മയും കൂടി ഷൂട്ടിന് പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടായിരിക്കും എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇത് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയില്ല, അമ്മയുടെ അടുത്ത് പറയുമ്പം അമ്മ നൈസായിട്ട് പതുക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുതിയ സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ അമ്മേ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് വീടൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പലപ്പോഴും പറയും, പല സിനിമാ താരങ്ങളും സിനിമയിൽ വന്നതിന് ശേഷം വീട് മാറുന്നു, അവർ പുതിയ വീട് വെച്ച് മാറി എന്നൊക്കെ പറയുന്നതിന് പിറകിൽ ചിലപ്പോൾ ഇതായിരിക്കും എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ആർക്കും അറിയില്ലല്ലോ എന്ന് വരെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ അന്നും ഇന്നും എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നത് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞങ്ങൾ വീടിൻ്റെ ഒരു റിനോവേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇവിടെ വേണ്ട നമുക്ക് വേറെ സ്ഥലത്തായാലോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ വേണമെങ്കിൽ ഞാൻ മാറാം, അല്ലാണ്ട് ഞാൻ ഇല്ല എന്ന് പറയും. അപ്പം അന്ന് അത്രയും കേട്ടപ്പോഴും എൻ്റെ അച്ഛൻ അവിടെ നിന്ന് മാറാനായിട്ട് ഒരിക്കലും ഇല്ല, ഞാനിവിടെ തന്നെ ഉള്ളൂ, അവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു. പിന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂ അന്ന് സൂര്യ TV ത്രൂ ആണല്ലോ ഞാൻ റിയാലിറ്റി ഷോ ത്രൂ വന്നത്, അവരെന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് മാത്രം ഇൻ്റർവ്യൂവിൽ എൻ്റെ അച്ഛൻ ഇരുന്ന് കരഞ്ഞു. അന്നാണ് അച്ഛൻ ഇങ്ങനെ അന്ന് അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ. അപ്പം ഞാനും അമ്മയും കൂടെ ഒക്കെ മാറി നിന്നിട്ട് എൻ്റെ ടീച്ചർ എൻ്റെ അച്ഛൻ ഇത്രയും കേട്ടിരുന്നോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛനും അതുകൊണ്ട് തന്നെ പ്രൗഡാണ്. എൻ്റെ മോള് റിലേറ്റീവ് ആണെന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവർ അങ്ങോട്ടേക്ക് വിളിച്ചു, അല്ലെങ്കിൽ മുരളിയുടെ മോളാണല്ലേ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പ്രൗഡാണ്. അതായിരിക്കും നടക്കാൻ തോന്നിയിരുന്നു. അയ്യോ പിന്നെ ഇഷ്ടം പോലെ. പിന്നെ ആണെങ്കിൽ വേണ്ട 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 ഈ പറഞ്ഞ ലാൽജോ സാറിൻ്റെ വാക്കുകളാണ്. ഓക്കെ ഒരു നാൾ വരും ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു നാൾ എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര സംഭവമായി എന്നല്ല ഞാൻ മീൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ ചെവിയിലും എൻ്റെ പേരൻസിൻ്റെ ചെവിയിലും നമ്മളെ പറ്റിയിട്ടും വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ പറയുന്ന കഥകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കേൾക്കാറില്ല. ഈ പറയണ പോലെ പറയുന്ന ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊന്നും കേൾക്കാനായിട്ട് വരാറില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നതിലാണെങ്കിലും ഇത്രയും മലയാളത്തിൽ അറിയപ്പെടുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു നടി എന്ന് പറയുന്നതിലും അവർ പ്രൗഡാണ്. അതായിരിക്കാം മേ ബി എനിക്ക് അവർക്ക് അറ്റ് ലാസ്റ്റ് അവരിത്രയും കേട്ടിട്ടും എനിക്കൊരു പക്ഷേ അവർക്ക് അതായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ വായിക്കാം. എന്നും എപ്പോഴും എന്നോടൊപ്പം ഇങ്ങനെ ഉണ്ടാകട്ടെ, എൻ്റെ ഏറ്റവും വലിയ കൂട്ടായി, എൻ്റെ ഏറ്റവും വലിയ താങ്ങായി, എന്തും പറയാനുള്ള എൻ്റെ അണ്ണനായി, കരയാനായാലും ചിരിക്കാനായാലും എന്നും എപ്പോഴും ചേർത്ത് പിടിക്കാനായി, ഇങ്ങനെ. ഇന്നത്തെ അനുശ്രീ എന്ന് പറഞ്ഞ വ്യക്തി അനുശ്രീ ആവാനുള്ളതിൽ വലിയൊരു പങ്ക് ഏട്ടനാണ്. ഈ ഒരു ഏട്ടനല്ല വേറൊരു ഏട്ടനായിരുന്നെങ്കിൽ ജീവിതം എങ്ങനെയായിരുന്നു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല.
ഇവർ ചില ആൾക്കാരിങ്ങനെ പറയും ഇങ്ങനെ വേറെ ജന്മം മനുഷ്യജന്മം ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ പറയും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ സെയിം ആൾക്കാർ തന്നെ മതി എന്ന് പറയും. എൻ്റെ ബ്രദർ ഞാൻ തുടക്ക സമയത്ത് വന്നതിനെക്കാട്ടിലും ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ഒത്തിരി മുന്നേ ചിന്തിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പുള്ളിക്കാരനും. ചില സമയത്ത് അയ്യോ ഇവിടെ നിന്നൊരു ചോദ്യം അണ്ണൻ്റെ ഭാഗത്തുനിന്ന് വരുമല്ലോ എന്ന് പറയുന്ന ചില സാധനങ്ങൾ പോലും പുള്ളിക്കാരൻ ചോദിക്കാറില്ല. മേ ബി അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ അണ്ണനും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാം. ചില കോസ്റ്റ്യൂംസ് ഒക്കെ തരുമ്പോൾ ഞാൻ പറയാം എടാ എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലേണ്ടതാണ് അണ്ണൻ എന്ന് പറയുമ്പോഴത്തേനും അവർ പറയാം അനുപണ്ണൊന്നും പറയില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയാം ശരി അണ്ണൻ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ശരി അത് ഇതാണ് അവൾക്ക് ഇഷ്ടം, അവൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, അത് കഴിയുമ്പം മാറുന്നു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായാലും ഇങ്ങനെയൊന്നും അല്ലല്ലോ വരുന്നത് എന്ന് ചിന്തിക്കുന്ന രീതി. ആദ്യം ആ ഒരു കൺസർവേറ്റീവ് ചിന്താഗതി പിന്നെ ആദ്യം സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നതൊക്കെ അത് ചേട്ടന് മാത്രമല്ല എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളത് യൂസ്ഡ് അല്ലല്ലോ. നമ്മൾ ചുരിദാറിട്ട് എൻ്റെ അമ്മ എൻ്റെ ചുരിദാറൊന്നും ബോഡി ഷേപ്പ് പോലും അടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോഴല്ലേ സ്മോള് മീഡിയം എക്സൽ എന്നൊക്കെ പറഞ്ഞ് സൈസ് നോക്കി എടുക്കല്. അന്നത്തെ സമയത്തൊക്കെ നമ്മൾ ചെന്നൊരു ചുരിദാർ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് സൈസാണോ അത് എടുക്കുക എന്നുള്ളതാണ്. അന്ന് എനിക്ക് ഈ മീഡിയം എക്സൽ എന്നൊക്കെ പറയുന്ന രീതി തന്നെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് എടുത്തിട്ട് അമ്മ കൈ ലൂസാണ്, ബോഡി ഭയങ്കര ലൂസാ, കാറ്റ് കയറിയ പോലെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഷേപ്പ് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. അതങ്ങനെ ഇട്ടാൽ മതി എന്ന് പറയുന്നിടത്തുനിന്ന് പെട്ടെന്ന് വന്നിട്ട് സ്ലീവ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അയ്യോ സ്ലീവ്ലെസ് കൈ വൻ പ്രശ്നമായിരുന്നു. ഏട്ടനെ എങ്ങനെയാ സിനിമയിൽ കിട്ടുന്ന സമയത്ത് പോയി ചെയ്തു എന്ന് പറയണത്? ഒരു വർഷം ഉണ്ടായിരുന്നല്ലോ എൻ്റെ റിയാലിറ്റി ഷോ. അപ്പം അത് ചേട്ടൻ കാണുന്നുണ്ട്, ഓക്കെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ഓക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ എന്നുള്ളതാണ്. അപ്പോഴും സ്ലീവ്ലെസ് ചിന്താഗതി വന്നിട്ടില്ല. പിന്നീട് ഓരോ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും സ്ലീവ്ലെസ് ആണ് കുഴപ്പമാണെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ അയ്യോ സ്ലീവ്ലെസ് എടുക്കുന്നതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ പ്രശ്നം എനിക്കും ഉണ്ട്. ഞാനത് എങ്ങനെ ഇടും, കൈ കാണില്ലേ എന്നുള്ള പ്രശ്നം എനിക്കും ഉണ്ട്. നമ്മൾ ഇത്രയും വെച്ചിട്ടുള്ള കൈ ആണല്ലോ ഇട്ട് നടന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സെയിം പ്രശ്നം എനിക്കുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചിന്തകളിലുള്ള ഗ്രോത്ത് മേ ബി ഈക്വലി ആയിരിക്കും വന്നിട്ടുള്ളത്. അപ്പം എന്തെങ്ങനെ ഇട്ടാലും അങ്ങനൊന്നും പറയാറില്ല. പിന്നെ ഇടുന്നതിൻ്റെ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ പറയും ചിലപ്പോൾ ഒരു റീല് കാണുമായിരിക്കും കേട്ടോ, കുഴപ്പമില്ല മൈൻഡ് ആക്കണ്ടെന്ന് ഞാനിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയും ചെയ്യും. പക്ഷേ കരിയറിൽ എൻ്റെ ഇത്രയും സപ്പോർട്ട് ചെയ്തതാണെങ്കിലും കാരണം സിനിമയിൽ വരാൻ തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ അയ്യോ എങ്ങനെ ആര് കൊണ്ടുപോകും, അമ്മ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല, ലോകം അങ്ങനെ പരിചയമില്ല, ഞാനും അങ്ങനെ തന്നെയാണ്, ചേട്ടനും എബ്രോഡാണുള്ളത്, അപ്പോൾ ആര് കൊണ്ടുപോകും എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അണ്ണനാണ് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ അമ്മ കൊണ്ടുപോകും ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അണ്ണനാണ് അവിടെ നിന്നൊരു സപ്പോർട്ട്. വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛൻ പറഞ്ഞതും നീ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടും എന്നാണ് ചേട്ടനോടും പറഞ്ഞിട്ടുള്ളത്. അപ്പം അന്ന് ചേട്ടൻ്റെ ഒരു നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഏതെങ്കിലും വീട്ടിൽ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്നേനെ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അമ്പലം ചേച്ചി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചത്, കാരണം കുറെ അമ്പലങ്ങളിൽ പോകുമല്ലോ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ പോകുന്നതാണെങ്കിൽ ഈ മൂകാംബികയും ഗുരുവായൂരും മധുര മീനാക്ഷിയും ഒക്കെ തന്നെ പോവാറുള്ളൂ. അല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ച അമ്പലമാണ്, കിടിലമാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പോയി ഫേമസ് ആയിട്ടുള്ള അമ്പലം തന്നെയാണ് ഞാൻ പോകുന്നത് യൂഷ്വലി. പക്ഷേ പോകുന്ന വഴിയിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ പുതിയ സ്ഥലങ്ങൾ കാണാനാണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പോൾ കൊട്ടിയൂരാണെങ്കിലും ഞാൻ ലാസ്റ്റ് ഇയർ ആണ് പോയി തുടങ്ങിയത് ആദ്യമായിട്ട്. ഞാൻ അവിടെ പോകാൻ ഇത്ര താമസിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ എല്ലാവരും പറയും കൊട്ടിയൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ ഒരു പ്രത്യേക വിളി വരണം എന്നാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം കഴിഞ്ഞ വട്ടമാണ് ഞാൻ പോയത്, പക്ഷേ ഈ വട്ടവും പോയി. ഇനി അതെൻ്റെ ഒരു പ്രോസസ്സായിരിക്കും. അങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ആഡ് ഓൺ ആയി വരുന്ന മൂകാംബിക ആണെങ്കിലും കുറച്ച് വർഷം മുമ്പാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. അതിനു മുമ്പ് മൂകാംബിക അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാനായിട്ട് ഞാൻ എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ എത്തിയതിന് ശേഷം ഞാൻ എപ്പോഴും എനിക്ക് പോകാനായിട്ട് അങ്ങനത്തെ സ്ഥിരം കുറച്ച് അമ്പലങ്ങളാണ് ഈ മൂകാംബിക, ഗുരുവായൂരപ്പൻ ഒക്കെ. ഗുരുവായൂരാണെങ്കിൽ കുറച്ച് നാൾ അടുത്ത ക്വസ്റ്റ്യൻ തുറക്കണം. ഗുരുവായൂർ ചോദിച്ചോ. അതായത് ഞാൻ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ കൊല്ലത്തുള്ളതിനേക്കാളും കൂടുതൽ ഗുരുവായൂരുള്ള ഒരാളാണ് അനുശ്രീയും അതിഥി രവി എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്നുള്ളത്. അപ്പം അതാണ് കാരണം ഗുരുവായൂർ ചിലപ്പം ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് പോവാത്തപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുമ്പം ഗുരുവായൂർ ഞാൻ പോയിട്ട് കുറച്ച് നാളായല്ലോ. നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കിങ്ങനെ തോന്നും, ഗുരുവായൂർ പോയിട്ട് സമയമായി പോണം തോന്നുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോഴും അവിടെ റീൽസ് ഉണ്ട്, ഫോൺ എടുത്ത് നോക്കുമ്പോൾ അപ്പം ഗുരുവായൂരമ്പലം വരും. അപ്പം ഞാൻ വിളിച്ചു ഗുരുവായൂരൊക്കെയുള്ള വിളിയാണ്. പിന്നെ ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ. പിന്നെ ഗുരുവായൂരമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫോണില്ലല്ലോ. ഏറ്റവും നമുക്ക് ആശ്വാസകരമായിട്ട് ഒരു ശല്യവും ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും എല്ലാ അമ്പലങ്ങളിലും അത് നിർത്തിക്കണം എന്ന് പറയും. അമ്പലത്തിനകത്ത്
ഫോൺ നിരോധിക്കണം എന്ന് പറയും. എല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് പറയും എന്തെങ്കിലും പറയാനുണ്ടോ, എല്ലാം ദർശനം ഓക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എല്ലാം ഓക്കെ, ആ ഫോൺ മാത്രം നിങ്ങളൊന്ന് നിരോധിക്കുമെന്ന്. ശരിക്കും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ ചിലപ്പോൾ നമുക്ക് അത്ര ഓക്കെ ആയിട്ട് വരില്ല. അപ്പം എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്.